നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ, മുസ്ലിം സമൂഹത്തെ വിളിച്ച് തന്നെ ഉപദേശിക്കുന്നത് കാണാം ഹദീസിൽ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ മഅ്ശറൽ മുസ്ലിമീൻ, അല്ലയോ മുസ്ലിമീങ്ങളുടെ സംഘമേ, നിങ്ങളുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ പ്രീതിയും ആഖിറവുമാണെങ്കിൽ, പടച്ച തമ്പുരാന്റെ പൊരുത്തവും പരലോകത്ത് സ്വർഗവുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഇത്തഖുസ്സിനാ, കേവലം ആരാധനാ കർമ്മങ്ങൾ മാത്രം നിങ്ങൾക്കുണ്ടായതുകൊണ്ട് കാര്യമായില്ല. നിങ്ങൾക്ക് ലൈംഗിക വിശുദ്ധി വേണം. അള്ളാഹുവിന്റെ കലാം അക്കമിട്ടു നിരത്തിയ സത്യവിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്കുണ്ടാകേണ്ട യോഗ്യതയുടെ പട്ടികയിലെ പ്രധാനപ്പെട്ട കാര്യമായ ലൈംഗിക വിശുദ്ധി നിങ്ങൾക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തഖുസ്സിനാ യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടമേ, സംഘമേ, ഇത്തഖുസ്സിനാ, നിങ്ങൾ വ്യഭിചാരം സൂക്ഷിക്കണം. കേവലം ഒരു അന്യ സ്ത്രീയുമായിട്ടുള്ള ശയനം അല്ലെങ്കിൽ അവളുമായിട്ടുള്ള ലൈംഗികമായ ബന്ധപ്പെടൽ, അത് മാത്രമല്ല സിന. അതിന്റെ വകഭേദങ്ങൾ ഒരുപാടുണ്ടെന്ന് വിശദീകരിച്ചല്ലോ. ഇത് പറയുമ്പോ നമുക്ക് ഹലാലായി അള്ളാഹു തന്ന, ഇസ്ലാം അനുവദിച്ച നമ്മുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിലും ചില നിയമങ്ങൾ പാലിക്കണം. അവിടെയും നിയമം പാലിക്കാത്തവർക്ക് ലൈംഗിക വിശുദ്ധി കിട്ടൂല. സ്വന്തം ഭാര്യയെ സമീപിക്കുന്നിടത്തും നിയമം പാലിക്കണം. അതാണ് നബി പറയുന്നത്, വമൻ നകഹ ഇംറഅതഹു ഫീ ദുബ്രിഹാ, സ്വന്തം ഭാര്യയെ സമീപിച്ചു, ഫീ ദുബ്രിഹാ, അവളുടെ ഗുദഭാഗത്തുകൂടെ ഒരാൾ സമീപിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഔ റജുലൻ ഔ സബിയ, അല്ലെങ്കിൽ ഒരു പുരുഷനെ ആ പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ ഒരു കുട്ടിയെ ആ പ്രവൃത്തി ചെയ്താൽ, ഹുശിറ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഇവനെ അല്ലാഹു അയക്കുന്നത്, വഹുവ അന്തനു മിനൽ ജീഫാ, ശവത്തേക്കാൾ 8-10 ദിവസം പഴക്കമുള്ള ഡെഡ് ബോഡിയുടെ ജീർണിച്ച ബോഡിയുടെ ദുർഗന്ധം എത്ര അസഹ്യമായിരിക്കും, അതിലേറെ ദുർഗന്ധം അടിച്ചു പരത്തിക്കൊണ്ടായിരിക്കും ഈ മനുഷ്യൻ അന്ത്യദിനത്തിൽ കടന്നു വരിക. സ്വന്തം ഭാര്യയാണെങ്കിലും അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹു ആ മനുഷ്യന്റെ അമലുകളെല്ലാം ഹബിത, അള്ളാഹു തകർത്ത് കളയും. ലാ യുഖ്ബലു മിൻഹു സർഫൻ വലാ അദ്ലാ, അവന്റെ ഒരു നീതി പ്രവർത്തനവും ഒരു നന്മയും ഒരു സുഹൃതവും അള്ളാഹു സ്വീകരിക്കുകയില്ല. അന്ത്യദിനത്തിൽ വരുന്ന അവസ്ഥ മറ്റ് ഹദീസുകളിലൊക്കെ കാണാം ഈ ആശയം. ഈ പ്രഭാഷണത്തിൽ മാത്രമല്ല, വേറെ ഹദീസുകളിൽ കാണാം. നരകവാസികളായ ആളുകൾ യജിദു അഹ്ലന്നാർ റായിഹതൻ മുൻതിനതൻ, നരകത്തിൽ അവരിങ്ങനെ ഭയാനകമായ കഠോരമായ ശിക്ഷകൾ അനുഭവിച്ച് കഴിയവേ അവർക്ക് കിട്ടും റായിഹതൻ മുൻതിന, അസഹ്യമായൊരു ദുർഗന്ധം നരകത്തിൽ. സാധാരണ ദുർഗന്ധമൊന്നും അനുഭവിക്കാനോ അറിയാനോ പറ്റാത്ത വിധം അവരവരുടെ ശിക്ഷകളിൽ ബന്ധിതരാണ്. സ്വന്തം കാര്യം ആയിഷാ ബീവി ചോദിച്ചല്ലോ, മഹ്ശറയിൽ ജനങ്ങൾ വരുന്നത് തുണിയില്ലാതെ, കോണമില്ലാതെ, ചെരുപ്പില്ലാതെ മഹ്ശറയിലേക്ക് അള്ളാഹു ജനങ്ങളെ അയക്കുന്നത് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ ആയിഷാ ബീവി ചോദിച്ചല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ, നഗ്നത നോക്കൂലേ നബിയെ? തുണില്ലാതെ, മുണ്ടില്ലാതെ പൂർണ്ണനഗ്നരായി മഹ്ശറയിലേക്ക് വന്നാല് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഔറത്ത് നോക്കൂലേ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? അപ്പൊ അത് നോക്കാനൊന്നും താല്പര്യം ഉണ്ടാകൂല. ഓരോരുത്തർക്കുമുള്ള മുന്നിലുള്ള അവസ്ഥ കണ്ടിട്ട് മഹ്ശറയിലെ ആ ഭീതിജനകമായ ചുറ്റുപാടിൽ ആർക്കും അന്യോന്യം സൗന്ദര്യം നോക്കാനോ നഗ്നത ശ്രദ്ധിക്കാനോ സമയമുണ്ടാവുകയില്ല. അവരവരുടെ കാര്യത്തിൽ ബന്ധിതരായി അവരുടെ കാര്യം തന്നെ ആലോചിച്ച് നിൽക്കുകയായിരിക്കും. എന്നാൽ നരകശിക്ഷയിൽ എരിപൊരി കൊള്ളുന്ന ആളുകൾക്ക് അനുഭവിക്കാൻ പാകത്തിൽ ഒരു ശക്തമായ ദുർഗന്ധം നരകത്തിനാകെ അടിച്ചു വീശുമ്പോ ഫയഖൂലൂൻ, നരകവാസികൾ പറയും,
മാ വജദ്നാ റായിഹതൻ മുൻതിനാ, ഇത്രയും അസഖ്യമായ ഒരു ദുർഗന്ധം ഇന്നോളം അനുഭവിച്ചിട്ടില്ലല്ലോ പടച്ചോനെ, ഇതെന്തൊരു ദുർഗന്ധമാണ്. ഫയുഖാലു ലഹും, നരകക്കാരോട് പ്രഖ്യാപനം വരും, നരകക്കാരോട് അതിനുള്ള മറുപടിയായിട്ട് പറയപ്പെടും, ഹാദിഹി റീഹു ഫുറൂജിസ് സിനാത്ത്, വ്യഭിചരിച്ച ആളുകൾ, ലൈംഗിക വിശുദ്ധിയില്ലാത്ത ആളുകൾ, അള്ളാഹു പറഞ്ഞ കാര്യം ഈ ഭാഗത്തും ഈ മേഖലയിൽ സൂക്ഷിക്കാത്ത ആളുകളുടെ ഗുഹ്യഭാഗത്തു നിന്നുണ്ടാകുന്ന ദുർഗന്ധമാണ് നിങ്ങൾ ഈ വാസനിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവരോടായി പറയപ്പെടുമെന്ന് ഹദീസിൽ കാണാം. സ്വന്തം ഭാര്യയെ സമീപിക്കുമ്പോഴും ഫഅ്തു ഹർസകും അന്നാ ശിഅ്തും, നിങ്ങളുടെ ഭാര്യമാരിലേക്ക് നിങ്ങൾ ഇച്ഛിക്കും വിധം കടന്നു ചെല്ലുക എന്ന ഭാഗത്ത് തഫ്സീറുകളിൽ കാണാം. ഏതു ഭാഗത്തുകൂടെയും കടന്നു ചെല്ലാം, പക്ഷേ ഗുദഭോഗം എന്ന് പറയുന്നത് നിഷിദ്ധമാണ്, അള്ളാഹു വെറുക്കുന്ന കാര്യമാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അള്ളാഹു ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയ അദാബ് ഖുർആനിൽ നിന്ന് നിങ്ങൾ കേട്ടല്ലോ. ആ ജനത ആദ്യം തന്നെ സ്വവർഗരതിക്കല്ല മുതിർന്നത്. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, 40 വർഷക്കാലം സ്വന്തം ഭാര്യമാരെ തന്നെ അവർ ഉപയോഗപ്പെടുത്തിയത്. പക്ഷെ ഈ പ്രകൃതി വിരുദ്ധ രീതിയിലായിരുന്നു. 40 വർഷക്കാലം അവരാ വളരെ നീചമായ പ്രവൃത്തി ചെയ്തിട്ട് പിറകെയാണ് അവർ സ്വവർഗഭോഗികളായത്. അവരുടെ നാശത്തിന്റെ തുടക്കം ഭാര്യമാരിലൂടെ, സ്ത്രീകളിലൂടെ തന്നെയായിരിക്കുന്നു എന്ന് ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എത്ര വിശദീകരണം ഈ വിഷയകമായി വന്ന ഹദീസ്. ഇതൊക്കെ പറയുമ്പോൾ ഈ മുസ്ലിയാർക്ക് ഒരു നാണല്ലേ, ഒരു ഉളുപ്പില്ലേ, ഇതൊക്കെ ഈ സമയത്ത് പറയാന് നിങ്ങൾ പറയേണ്ടതൊക്കെ പഠിക്കാൻ വേണ്ടി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. അറിയാതെ പലരും തെറ്റ് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണല്ലോ. മൻ അതാ ഹായിലൻ, ആർത്തവമുള്ള ഭാര്യയെ ഒരാൾ സമീപിച്ചാൽ, ആർത്തവമുള്ള പെണ്ണുമായി ഒരാൾ ബന്ധപ്പെട്ടാൽ, സ്വന്തം ഭാര്യ തന്നെയാവട്ടെ, മൻ അതാ ഹായിലൻ, തീണ്ടാരിയുള്ള പെണ്ണുമായി ബന്ധപ്പെട്ടാൽ, അവിംറഅതൻ ഫീ ദുബുരിഹാ, അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമായ നിലയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, സമീപിച്ചു കഴിഞ്ഞാൽ, ഔ കാഹിനൻ, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ സമീപിച്ചു കഴിഞ്ഞാൽ, ഹൈലുള്ള ആർത്തവമുള്ള പെണ്ണിനെ ഒരാൾ സമീപിച്ചു, അല്ലെങ്കിൽ ഗുദഭാഗത്തുകൂടെ സമീപിച്ചു, ഔ കാഹിനൻ, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ സമീപിച്ചു. നോക്കണം, ഇങ്ങനെ സമീപിച്ച് ഫസദ്ദഖഹു, അവൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചാൽ, ശരിക്ക് കേട്ടോ. ഇപ്പൊ ഇന്നും ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, വീടിന് സ്ഥലം നിർണയിക്കാൻ മുശ്രിക്കുകളെ കൊണ്ടുവരാമോ? വീടിന് സ്ഥലം നിർണയിക്കാൻ, കിണറിന്റെ സ്ഥാനം നിർണയിക്കാൻ മുശ്രിക്കുകളുടെ അഭിപ്രായം ആരായാമോ? എന്താ ഖുർആനിലില്ലേ ഇതൊന്നും? ഇസ്ലാം മതം, സമ്പൂർണമായ ഇസ്ലാം മതത്തിൽ ഇതിലൊന്നും നിയമമില്ലേ? അത് പാടില്ല എന്ന് പറഞ്ഞ ഉസ്താദ് ഉണ്ടല്ലോ, ഇന്ന ആളുടെ കൂടെ നടക്കുന്നു, ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ളൊരു മുശ്രിക്കായ ആള്, അദ്ദേഹം വാസ്തുശാസ്ത്രം പഠിച്ച ആളാണ്, വീട് എങ്ങനെ പണിയണം, എവിടെ പണിയണം എന്ന് പഠിച്ച ആളാണ്. ഉസ്താദിന്റെ കാഴ്ചപ്പാട് എന്താ? എനിക്ക് ആ വിഷയത്തിൽ വിവരമില്ല, അതുകൊണ്ട് വിവരമുള്ള ആളെ പിന്തുടരുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പൊ സാധാരണക്കാർക്കൊക്കെ അത് സന്തോഷായി. എന്നാ നിങ്ങളൊരു സംഭവം കേട്ടോ, മൻ അതാ കാഹിനൻ, ജ്യോത്സ്യനെ ഒരാൾ സമീപിച്ചു. ഇങ്ങനെയുള്ള മുശ്രിക്കീങ്ങളായ ആളുകൾ, അഭിപ്രായം പറയുന്ന ആളുകൾ, അവരെ സമീപിച്ച് ഫസദ്ദഖഹു, അവർ പറയുന്നത് വിശ്വസിച്ചു, വാസ്തവമാക്കി. ഈ കിഴക്ക് വശത്ത് വീട് കുറച്ചുകൂടെ നീട്ടിയാൽ അസുഖം പിന്നെ സുഖാകേല്ല, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് കിണറങ്ങട്ട് കൊഴിച്ചു കഴിഞ്ഞാൽ അത് കാളിക്ക് ഇഷ്ടപ്പെടൂല, അതുകൊണ്ട് കാളിയെ പ്രീതിപ്പെടുത്താൻ ഇന്ന വഴിപാട് ഇന്ന സ്ഥലത്ത് ചെയ്യണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഫസദ്ദഖഹു, അതങ്ങനെ വായി തൊടാതെ, അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി. ഇവൻ പറഞ്ഞ മുശ്രിക്ക് പറഞ്ഞ കാര്യം ഇത് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയണേ, ഈ ആളുണ്ടല്ലോ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദിന് ഇറങ്ങി കിട്ടിയ കാര്യത്തിൽ അവിശ്വസിച്ച കാഫിറാണവൻ. എന്താ മുഹമ്മദിന് ഇറങ്ങി കിട്ടിയത്? ഖുർആൻ. എന്താ മുഹമ്മദിന് ഇറങ്ങി കിട്ടിയത്? ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ. മുത്തുനബി പറയുന്നു,
ഈ മുഹമ്മദിന് ഇറങ്ങിക്കിട്ടിയ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാത്ത കള്ളക്കാഫിറാണവൻ. അവന്റെ ജീവിതത്തിന്റെ ഏതേത് നിയമവും അള്ളാഹുവിന്റെ നിയമത്തിലുണ്ട്. പറഞ്ഞല്ലോ ഭാര്യയെ എങ്ങനെ സമീപിക്കണമെന്ന്, നിന്റെ വികാരശമനം എങ്ങനെ പൂർത്തീകരിക്കണമെന്ന് അള്ളാന്റെ നിയമത്തിലില്ലേ? നിനക്കെങ്ങനെ വീട് വെക്കണം, ഏതു ഭാഗത്ത് വെക്കണം, കിണറെങ്ങനെ കുഴിക്കണം, കിണർ കുഴിക്കുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇതൊക്കെ അള്ളാഹുവിന്റെ കലാമിലില്ലേ, ഖുർആനിക നിയമത്തിലില്ലേ? ഉണ്ടായിട്ട് പിന്നെന്തിനാണ് ഒരു മുശ്രിക്കായ ആളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് എങ്ങനെ വീട് പണിയണം പ്ലാൻ പാസ്സാക്കിക്ക, പ്ലാനിൽ വിശ്വസിച്ചാ കാഫിറാവൂല. പറയുമ്പോ എല്ലാം പറയണല്ലോ. ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നു, നമുക്കറിയില്ല, അദ്ദേഹം പ്ലാൻ വരച്ചു, ഈ പ്ലാൻ കൊള്ളാം, വിശ്വാസം ഉണ്ടായി, നാം കാഫിറാവൂല്ല. അബദ്ധങ്ങൾ ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോ, ഇപ്പോ വീട് പണിയുമ്പോ ഞാൻ പറഞ്ഞതാ മുമ്പ്, കട്ടില വെക്കുമ്പോ അതിനകത്ത് സ്വർണത്തിന്റെ എന്തെങ്കിലും ഒരു കഷ്ണം, കട്ടില വെക്കാൻ ഈ വിനീതൻ ക്ഷണിക്കപ്പെട്ട് പോയ സ്ഥലത്തൊക്കെ അത് കാണുമ്പോ നിങ്ങൾക്ക് അത്ര വേണ്ടെങ്കിൽ എനിക്ക് തന്നിളി എന്ന് പറയും. അത് പറഞ്ഞ എന്താ കുഴപ്പം? ഇത് വെച്ചത് ഇത് ഇളാഅത്തുൽ മാൽ, കാര്യമില്ലാതെ ധനം നശിപ്പിക്കലാണ്. വെറുതെ ധനം നശിപ്പിക്കാൻ പറ്റുമോ? കടലിലേക്ക് എറിയാൻ പറ്റുമോ? കിണറ്റിലിടാൻ പറ്റുമോ? വലിച്ചെറിയാൻ പറ്റുമോ? ധനം എന്തിനാ അള്ളാഹു പടച്ചത്? അത് നിശ്ചിത ആവശ്യത്തിനാ. ഇത് ദൂർത്തടിക്കുമ്പോഴാണ് സാമ്പത്തിക മാന്ദ്യവും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ആവശ്യത്തിന്റെ അളവിൽ അള്ളാഹു ഭൂമിയിൽ ഇറക്കിയതാ. അത് പാഴാക്കാൻ പാടില്ല, വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. കട്ടിലയുടെ താഴെ സ്വർണത്തിന്റെ ചെറിയൊരു പീസ് അല്ലെങ്കിൽ 2 രൂപയെങ്കിലും എന്തിനാ വെക്കുന്നത്? എന്തിനാ ഇത് പറയുമ്പോ ഇക്കമാർക്ക് ഇത് വിശ്വാസം ഉണ്ടെങ്കിൽ ഉമ്മാമ വല്ല തുണിയുടെ കോന്തലയിൽ സൂക്ഷിച്ചു വെച്ച സാധനം എങ്ങനെയാണ് കൊണ്ടുവരുന്ന അവസ്ഥാന്റെ കയ്യിലാണ് കൊടുത്തേക്ക്. അത് ഞാൻ വാങ്ങിച്ചു, ഇവിടെ അടുത്ത് വല്ല തന്നെയാണ് വാങ്ങിച്ചിട്ട് കട്ടിലൊപ്പൊക്കെ കഴിഞ്ഞിട്ട് ബിസ്മില്ല അങ്ങോട്ട് തന്നെ കൊടുത്തു. അത് വെച്ചില്ലേ പടച്ചോനെ, എന്നെ വീട് പൊളിഞ്ഞ് വീടോ എന്നുള്ള അവസ്ഥയിൽ ഉമ്മാമ ഒന്നും പറ്റൂല. ഉമ്മാമ ഇതുകൊണ്ട് പൊളിയാന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി, ഞാൻ പണി തരാം A to Z. പൊളിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ചായക്കാശ് തരുമോ എന്ന് എനിക്ക് ചോദിക്കാൻ ആഗ്രഹം ഉണ്ടായി, ഞാൻ ചോദിച്ചില്ല, കൈക്കൂലിക്കാരനാവും എഴുതിയിട്ട്. മനസ്സിലായില്ല? ഇങ്ങനത്തെ അബദ്ധങ്ങൾ. ഇപ്പോ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നബി പറഞ്ഞത് സ്വന്തം ഭാര്യയെ സമീപിക്കുമ്പോഴും അള്ളാഹു വിലക്കിയ രീതിയിൽ സമീപിച്ചാൽ, അതുപോലെ തന്നെ കാഹിനിനെ ഒരാൾ സമീപിച്ച് അവൻ പറയുന്നത് അങ്ങനെ വിശ്വസിച്ചാൽ, അതുപോലെ തന്നെ ആർത്തവമുള്ള പെണ്ണിനെ സമീപിച്ചാൽ, ഇപ്പൊ പുതിയ ജനറേഷൻ ചെറുപ്പക്കാരികളൊക്കെ പറയുന്നുണ്ട് അത്രേ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, മെൻസസ് ഉണ്ടാകുമ്പോ അതൊന്നും വലിയ കുഴപ്പമില്ല, അതിനൊക്കെ സുരക്ഷാ മാർഗം ആധുനിക യുഗത്തിലുണ്ടല്ലോ. എന്ത്? അതിനൊക്കെ കവർ ചെയ്ത് അതിനെ അതിജയിക്കാൻ, ഈ പ്രശ്നത്തെ അതിജയിക്കാനുള്ള സെറ്റപ്പും സംവിധാനം ഇന്നുണ്ടല്ലോ. അതുകൊണ്ട് മെൻസസ് ഉള്ള സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഭർത്താവുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. മുസ്ലിം യുവതിമാർ ഈ പെരുമ്പാവൂരിൽ അഭിപ്രായമുള്ളവരുണ്ട്. ഇതാ പറഞ്ഞത്, ഈ അവസ്ഥയിൽ വികാരശമനം പാടില്ല, അവിടെയുണ്ട് നിയന്ത്രണം. അങ്ങനെ ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുഹമ്മദിന് ഇറങ്ങി കിട്ടിയതിൽ വിശ്വാസമില്ലാത്ത കാഫിറാണ് അവൻ. ഗൗരവം മനസ്സിലാക്കണം. വിഷയം തെറ്റിപ്പോയോ? പ്രഭാഷണം തുടരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുതുബ തുടർന്നവിടെന്ന് പറയുന്നു, വമൻ സനാ ബിംറഅത്തിൻ, അന്യയായ ഒരു പെണ്ണുമായി വ്യഭിചരിച്ചാൽ ഒരാൾ, ഫുതിഹ അലൈഹി ഫീ ഖബരിഹി 300 ബാബിൻ മിനന്നാർ, 3,00,000 നരകത്തിൽ നിന്നുള്ള കവാടങ്ങൾ. ഫുതിഹ അലൈഹി ഫീ ഖബരിഹി, അന്യ പെണ്ണുമായി വ്യഭിചരിച്ച ഒരു മനുഷ്യൻ മരിച്ചു തൗബ ചെയ്യാതെ മരിച്ചാൽ, അവനെ ഖബറടക്കിയാൽ അവനുണ്ടാകുന്ന ഖബർ ശിക്ഷ എന്താണെന്നറിയോ? 3,00,000 കവാടങ്ങൾ ഖബറിൽ തുറക്കപ്പെടും. മിനന്നാർ, നരകത്തിൽ നിന്നുള്ള 3,00,000 വാതിലുകൾ. യഖ്റുജു അലൈഹി മിൻഹാ, തുറക്കപ്പെട്ട നരകത്തിൽ നിന്ന് തുറന്നു വെച്ച എല്ലാ കവാടത്തിൽ നിന്നും പുറത്തു വരും. ഹയ്യാത്തുൻ വഅഖാരിബുൻ വശുഹുബും മിനന്നാർ, നരകത്തിലെ വിഷസർപ്പങ്ങളും തേളുകളും. വശുഹുബും മിനന്നാർ, നരകാഗ്നിയുടെ നാമ്പുകൾ, നരകാഗ്നിയുടെ ആ ആളിക്കത്തൽ, അതിന്റെ തീയിന്റെ അംശം ഈ കവാടങ്ങളിലൂടെ അവന്റെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ശിക്ഷയാണത്. ഫഹുവ യുഅദ്ദബു ഇലാ യൗമിൽ ഖിയാമ,
ഈ ഖബർ ശിക്ഷ ഖിയാമത്ത് നാൾ വരെ അവൻ അനുഭവിക്കുകയും സുമ്മ യുബഅസു യൗമൽ ഖിയാമ ബിനത്നി ഫർജിഹി, ഖബറിൽ ഈ അനുഭവം കിട്ടിയിട്ട് പിന്നെ മഹ്ശറിലേക്ക് വരുന്നത് ബിനത്നി ഫർജിഹി, ഇവന്റെ ദുർഗന്ധം ആകെ ദുർഗന്ധമായിരിക്കും. ഇവനെ കൊണ്ട് യതഅല്ലാ ബിഹിന്നാസ്, ജനങ്ങളൊക്കെ പൊറുതിമുട്ടും. അല്ലേ, ദുർഗന്ധമുള്ള ഒരാളെ ജനം വെറുക്കുമല്ലോ അല്ലേ, ജനമാകെ ഇവനെ കൊണ്ട് പൊറുതിമുട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. തുടർന്ന് പറയുന്ന കാര്യം നോക്കുക, വമൻ അത്ലഅ ഇലാ ബൈതി ജാരിഹി, നബിയുടെ ഖുതുബയിൽ വമൻ അത്ലഅ ഇലാ ബൈതി ജാരിഹി, അയൽപക്കക്കാരന്റെ വീട്ടിലേക്ക് ഒരാൾ എത്തി നോക്കി, ഒളിഞ്ഞു നോക്കി. അവൻ നോക്കിയില്ല, അവന്റെ മൊബൈലിന്റെ ക്യാമറ കണ്ണ് നോക്കി. ഇവിടൊക്കെ അർത്ഥം തഫ്സീർ ഇങ്ങനെ വരും. ആനുകാലികമായി ഒരു ഹദീസ് വിശദീകരിക്കുമ്പോൾ തഫ്സീർ ഇങ്ങനെയൊക്കെ വരും. 14 നൂറ്റാണ്ട് മുമ്പ് നടത്തിയ പ്രസംഗ, ആ പ്രസംഗം ഇന്ന് നമ്മൾ പ്രസംഗിച്ച് പറയുമ്പോ അതിന്റെ അർത്ഥത്തിലൊക്കെ ചില ചേഞ്ചിങ്, ആശയത്തിൽ വ്യത്യാസമില്ലെങ്കിലും അതിന്റെ മിസ്ദാഖുകൾ, അതിന്റെ കസ്റ്റമേഴ്സ് അത് ഒരുപാട് വ്യാപ്തി കൂടും. അയൽപക്കത്തെ വീട്ടിലേക്ക് എത്തി നോക്കി. വമൻ അത്ലഅ ഇലാ ബൈതി ജാരിഹി, അങ്ങനെ നോക്കി, അയൽക്കാരന്റെ വീട്ടിലേക്ക് നോക്കിയപ്പോ ഫറഅ ഔറത റജുലിൻ, ഒരു പുരുഷന്റെ നഗ്നത കണ്ടു. വീട്ടില് ഒറ്റക്കാകുമ്പോ ഖൽവത്തില് നമ്മുടെ ഔറത്ത് വെളിവാക്കാന്നുണ്ട് മസ്അല. എന്ത്, ഒറ്റക്കാണെങ്കിൽ ആരും കാണാൻ സാധ്യതയില്ലാത്ത വിജനമായ സ്ഥലത്താണെങ്കിൽ ഔറത്ത് ഒരാൾക്ക് തുറന്നിടാം. എന്നാലും അക്മലും സുന്നത്തും ഏറ്റവും ഉത്തമമായതും മറക്കലാണ്. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ജിന്നുവർഗം മലക്കുകൾ അവരൊക്കെ കാണുമല്ലോ. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത വർഗവും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉള്ളതുകൊണ്ട് വിജനമായ മനുഷ്യരില്ലാത്ത ഭാഗത്താണെങ്കിലും ഔറത്ത് മറക്കലാൻ. അല്ലെങ്കിലും നാസയുടെ ചാര ഉപഗ്രഹങ്ങൾ കാണും അല്ലേ, ഗൂഗിൾ എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ട്, ഇന്റർനെറ്റിൽ എടുത്തു നോക്ക്. ഭൂമി, ഉരുണ്ട ഭൂമി, ഏത് ഭാഗവും എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എടുത്താൽ അവിടെ പൊങ്ങിന് വരും. പൊങ്ങി വന്നിട്ട് ആ ഭൂമിയിൽ സ്കെച്ച് ഇടാൻ എളുപ്പ. ഏത് ഭാഗം, ഇപ്പൊ നമ്മുടെ പെരുമ്പാവൂർ ഈ പള്ളി നെറ്റിൽ നിന്ന് ഗൂഗിൾ എർത്തിലൂടെ ഈ പള്ളിയുടെ സ്കൈ ലുക്ക്, ആകാശക്കാഴ്ച ഞാൻ കണ്ടതാ. എന്ത്, നെറ്റിൽ ഈ പള്ളി അമേരിക്കക്കാരൻ. അപ്പൊ ഒരാള് ഇവിടെ ആരും കാണൂലായിരുന്നു, തുണി വെച്ചിട്ടുന്നാല് അമേരിക്കക്കാരന്റെ ക്യാമറ ഒപ്പിയെടുക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സംഗതി ഹലാലാണെങ്കിലും സൂക്ഷിച്ചോ, മറക്കലാണ് കേട്ടോ ഉത്തമം. ഇങ്ങനെ ഒരു പുരുഷന്റെ ഔറത്ത് അയൽക്കാരന്റെ ഔറത്തിലേക്ക് എത്തി നോക്കി. ഔ ശഅറംറഅത്തിന്റെ, ഒരു പെണ്ണിന്റെ മുടി കണ്ടു. ഔ ശൈഅം മിൻ ജസദിഹാ, ആ പെണ്ണിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവം ആ എത്തി നോട്ടത്തിൽ, കട്ടുനോട്ടത്തിൽ, ഒളിഞ്ഞു നോട്ടത്തിൽ കണ്ടാൽ നബി പറയുന്നു ഖുതുബയിൽ, കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹുന്നാർ, അവനെ നരകത്തിലേക്ക് കയറ്റിവിടൽ അള്ളാന്റെ ബാധ്യതയായി അള്ളാഹു കാണുന്നു. അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന ഭാഷയല്ല പറഞ്ഞത്. കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹുന്നാറ, അവനെ നരകത്തിൽ പിടിച്ചു കൊണ്ടുപോയി ഇടല് നമുക്ക് 5 വക്ത് ഫർള് നിസ്കാരം ബാധ്യത ആയതുപോലെ അള്ളാഹ് സ്വന്തം ബാധ്യതയായി കാണുന്നു. ഇതിന്റെ ഗൗരവം ആലോചിച്ചു. ഇങ്ങനെ ഞാൻ എത്തി നോക്കിയിട്ടില്ലല്ലോ, മൊബൈലിൽ നിന്ന് നീലപ്പല്ലിലൂടെ ഞാനൊരു പകർത്തി ഒന്ന് കണ്ടു നോക്കിയിട്ടല്ലുള്ളൂ. ഇപ്പൊ ഇന്ന് ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നാട്ടിൽ നടക്കുന്നത് കുറച്ചൊക്കെ ഞാനും അറിയണ്ടേ. അപ്പൊ അയൽക്കാരിയുടെ ചിത്രം ഇങ്ങനെ ചിത്രീകരിച്ചെടുത്തത് നീലപ്പല്ലിലൂടെ ഞാൻ എന്റെ മൊബൈലിലേക്ക് പകർത്തി. എന്നിട്ട് ഞാൻ അന്നൊന്ന് കണ്ടു. എന്നാൽ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹുന്നാർ, നരകത്തിലേക്ക് തള്ളിയിടൽ അല്ലാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. മാത്രമല്ല വലാ യഖ്റുജു മിനദ് ദുനിയാ ഹത്താ യഫ്ലഹുല്ലാഹ്, അങ്ങനത്തെ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകൂല. അങ്ങനെ ആള് പോവില്ല, തട്ടിപ്പോവില്ല. ഏതുവരെ? ഹത്താ യഫ്ലഹുല്ലാഹ്, അവനെ അള്ളാഹു വഷളാക്കാതെ അവൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോവില്ല. ആരെ? അയൽക്കാരന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട് അവര് സ്വകാര്യമായി ആരും കാണുന്നില്ലെന്ന വിശ്വാസത്തോടെ വെളിവാക്കിയ നഗ്നത കണ്ടാസ്വദിച്ച ഈ നികൃഷ്ടനായ മനുഷ്യനുണ്ടല്ലോ, അവൻ ഈ ഭൂമിയിൽ നിന്ന് ഒറ്റയടിക്ക് മരിച്ചു പോകൂല.
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ അവനെ വഷളാക്കാതെ അവനെ പിടിച്ചു കൊണ്ടുപോകൂല. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അവന് പെട്ടെന്നൊരു മാനഹാനി വരും. പഠിച്ചോനെ, എങ്ങനെയൊക്കെ ഒരു വഷളത്തരം എന്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പരമാവധി ആൾക്കാരുടെ ഇടയിൽ മാന്യത കീപ്പ് ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചാൽ ഞാൻ ജീവിക്കല്. പക്ഷെ ഞാൻ വല്ലാതെ മാനം കെട്ടുപോയല്ലോ. എന്തേ? അള്ള ഒരാളെ വെറുതെ മാനം കെടുത്തൂല. പല കാര്യത്തിനും മാനം കെടുത്തു. ഒന്ന് മാനം കെടുത്തുന്നത് എന്തിനാ? അവനിലുള്ള തൗഹീദ് വളരാൻ അതിന് മാനം കെടുത്തു. കാരണം എന്താ? കുറച്ച് കിബിറും ജനങ്ങളുടെ ഇടയിൽ പൊങ്ങണം, ഞാനൊരു പൊങ്ങിയാകണം എന്നൊക്കെ ആശയുള്ള ആളാണെങ്കിൽ അള്ള അവന് ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ച ആദ്യം ജനങ്ങൾക്കിടയിൽ അവനെ നിന്ദ്യനാക്കും. പക്ഷെ അവൻ നിന്ദ്യനാകാൻ പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാട്ടിൽ നിന്ന് എന്തൊക്കെ കേട്ടു, എന്തൊക്കെ തെറി കേട്ടു അല്ലേ? കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് എന്തൊക്കെ കേട്ടു വിമർശനങ്ങൾ അല്ലേ? തികച്ചു അടിസ്ഥാനരഹിതമായ വിമർശനങ്ങൾ. എന്തിനാ അള്ളാഹ് അതൊക്കെ കേൾപ്പിച്ചത്? അപ്പോ ഹിദായത്ത് കൊടുക്കാൻ ചിലപ്പോ അങ്ങനെ വരും, മാനഹാനി വരുന്നത് ചിലപ്പോ അങ്ങനെ വരും. അല്ലെങ്കിലോ അവന്റെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് അള്ളാഹു അവന്റെ ഇമേജ് അല്ലെങ്കിൽ അവന്റെ ആ വ്യക്തിത്വം ജനങ്ങൾക്കിടയിൽ തകർക്കും. മുത്ത് നബി പറയുന്നു, ഇങ്ങനെ നഗ്നതയിലേക്ക് എത്തി നോക്കിയ മനുഷ്യനെ വഷളാക്കാതെ, അപമാനിതനാക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയില്ല. സത്താറായ അല്ലാഹുവാൻ. അള്ളാഹുവിന്റെ ഒരു പേരാണ് സത്താറ്. അസ്മാഉൽ ഹുസ്നയിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ, ചൊല്ലിയിട്ടില്ലേ? എന്താ സത്താർ എന്ന് പറഞ്ഞാൽ? ന്യൂനതകൾ, കുറവുകൾ, തെറ്റുകുറ്റങ്ങൾ വല്ലാതെ മറച്ചു വെക്കുന്നവൻ, കൂടുതൽ മറച്ചു വെക്കുന്നവന്. അള്ളാഹ് മറച്ചു വെക്കുന്നത് പോലെ ഒരു മുസ്ലിം ഒരു മനുഷ്യനും മറച്ചു വെക്കൂല. അത്ര സൃഷ്ടികളെ തെറ്റ് മറച്ചു വെക്കണവനാ അള്ളാഹ്. ഈ സത്താറായ അല്ലാഹു ഈ വഷളൻ പ്രവർത്തനം ചെയ്ത മനുഷ്യനെ അന്ത്യദിനത്തിൽ കൊണ്ടുവന്നിട്ട് ഇവന്റെ സകലമാന രഹസ്യങ്ങളും ഇവന്റെ സകലമാന നഗ്നതകളും മാനവരാശിക്ക് മുമ്പിൽ തുറന്നു കൊടുത്തിട്ട് ആ മശ്ശറയിലെ മഹാസഭയിൽ ഈ മനുഷ്യനെ നിസ്സാരനാക്കി, അപമാനിതനാക്കി അവന്റെ പിരടി പിടിച്ച് നരകത്തിലേക്ക് തള്ളിയിടുമെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് ഇതൊന്നും ചെറിയ കാര്യമാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. വലിയ നാശം ഉണ്ടാക്കുന്ന സംഗതിയാ. കണ്ണിനുണ്ട് സിന, കാതിനുണ്ട് സിന, കയ്യിനുണ്ട് സിന, കാലിനുണ്ട് വ്യഭിചാരം. പഠിച്ചല്ലോ ഇതൊക്കെ പഠിച്ചത്. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, മുസ്ലിം സംഘമേ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്ക് വിശുദ്ധി വേണം. ലൈംഗിക വിഷയത്തിൽ നിങ്ങൾക്ക് വിശുദ്ധിയില്ലെങ്കിൽ അതിന്റെ അപകടം എന്താണ്? അതിന്റെ അപകടം എന്നറിയുമോ? ഫഇന്ന ഫീഹി സിത്ത ഖിസാൽ. 6 ദുരന്തങ്ങൾ അത് മുഖേന നിങ്ങൾക്കുണ്ടാകും. 6 നാശങ്ങൾ അത് മുഖേന നിങ്ങളിൽ ഭവിക്കും. സലാസുൻ ഫിദ്ദുനിയാ വസലാസുൻ ഫിൽ ആഖിറ. 6 നാശങ്ങളാണ് ലൈംഗിക വിശുദ്ധി ഇല്ലാത്ത ആളുകൾക്കുണ്ടാവുക. അതിൽ 3 ഫിദ്ദുനിയ ഇഹത്തിൽ, വസലാസുൻ ഫിൽ ആഖിറ 3 പരലോകത്തും. എന്നിട്ട് അവിടെന്ന് എണ്ണി പറയുന്നു, വ അമ്മല്ലതി ഫിദ്ദുനിയ, ലൈംഗിക വിശുദ്ധിയില്ലാത്ത ആളുകൾക്ക് ദുനിയാവിൽ വെച്ച് ഇഹത്തിൽ വെച്ച് അനുഭവിക്കേണ്ടി വരുന്ന 3 ദുരന്തങ്ങൾ. അതിലൊന്നേതാണെന്നറിയോ? ഫദഹാബു ബഹാഇൽ വജ്ഹി, അവന്റെ മുഖപ്രസന്നത അണഞ്ഞുപോകും. അവന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ നൂറ് വെളിച്ചം അണഞ്ഞുപോകും, കെട്ടുപോകും. അവരുടെ മുഖം കെട്ടുപോകുന്ന അവസ്ഥ, ഗ്ലാമർ ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞുകൂടാ. ഈമാനികമായ ഒരു വെളിച്ചം അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക്, ഉലമാഇന്, സ്വാലിഹീങ്ങൾക്ക് അള്ളാഹു കൊടുക്കും. അത് അറിയേണ്ട ആളുകൾക്കൊക്കെ അറിയും. ഈമാന്റെ വെളിച്ചം, ആ ഈമാനികമായ പ്രഭ മുഖത്ത് നിന്ന് അണഞ്ഞുപോയി. നിഫാഖിന്റെയും കുഫറിന്റെയും മുഖലക്ഷണം അത്തരത്തിലുള്ള ആളുകളുടെ മുഖത്ത് പ്രകടമായി കാണാവുന്നതാണ്. 1 ദുനിയാവിലെ നാശങ്ങളിൽ 1. 2 വഖസ്റുൽ ഉമുരി,
ആയുസ് ചുരുങ്ങിപ്പോകും, ദീർഘായുസ് നഷ്ടമാകും. ഇങ്ങനത്തെ ആളുകളെ ഭൂമിയിൽ വെച്ച് പൊറുപ്പിച്ചത് കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന അള്ളാഹു അത്തരത്തിലുള്ള ആളുകളെ പെട്ടെന്ന് മരിപ്പിക്കും. വഖസ്റുൽ ഉമർ, ആയുസ് ചുരുങ്ങിപ്പോകും. ഇനി ആയുസ്സിന് ദൈർഘ്യമുണ്ടെങ്കിൽ തന്നെ ആ ആയുസ്സിനൊരു ബറക്കത്തുണ്ടാകില്ല. 3 വദവാമുൽ ഫഖരി, ദാരിദ്ര്യം നിത്യമാകും. ദാരിദ്ര്യം നിത്യമായി നിൽക്കും. സാമ്പത്തികമായ ടൈറ്റ്, പണത്തിനുള്ള അത്യാവശ്യം ഏത് കോടീശ്വരനും ചില സമയത്തുണ്ടാവും. എനിക്കറിയാം, ഇവിടെ തന്നെ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ആളുകൾ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ് ഇപ്പോൾ. എന്നിട്ട് അവർ കിടന്നിട്ട് ഇങ്ങനെ ഞെരങ്ങും, ബാങ്കിലൊക്കെ കയറി ഇറങ്ങി നോക്കും, ഇത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. അവർക്കും വരും ചില സമയത്ത് കഷ്ടപ്പാട്, സാമ്പത്തിക ക്ലേശം, ഞെരുക്കം. എന്നാൽ ഇതങ്ങനെയല്ല. വദവാമുൽ ഫഖരി, ദാരിദ്ര്യം നിത്യമായി നിലനിൽക്കും. ഇത് വേറെയും ഹദീസിൽ കാണാ. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാ, നബി തങ്ങൾ പറയുന്നു, അസ്സിന യൂരിസുൽ ഫഖറ, വ്യഭിചാരം ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്ന ഏർപ്പാടാണ്. ഇത് പറയുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ട്. നിന്റെ ആഖിറം ലൈംഗിക വിശുദ്ധി ഇല്ലാതിരുന്നാൽ, ഈ മേഖലയിൽ നീ പാപം ചെയ്താൽ നിന്റെ ആഖിറം നഷ്ടമാകും, പടച്ചവന്റെ പൊരുത്തം നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ ആർക്കും കുലുക്കല്ല. എന്നാലോ നിനക്ക് ദാരിദ്ര്യം വരും, നിന്റെ ബിസിനസ് തകരുന്ന് പറഞ്ഞ എന്നാപ്പ തനിക്കാലം അത് വേണ്ട, അത് തീരുമാനിക്കുമല്ലോ അല്ലെ. മുമ്പൊരിക്കൽ ഈ ഹദീസിന്റെ ഒരു ഭാഗം പറഞ്ഞപ്പോ തന്നെ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, അതെങ്ങനെ, ആ ഹദീസ് എങ്ങനെ ഒന്ന് വിശദീകരിക്കാമോ? നരകശിക്ഷയും നാശനഷ്ടങ്ങളും അള്ളാഹുവിന്റെ അദാബും കോപവും വരുമ്പോ ഭയമില്ല. എന്നാൽ ഇത് വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിലുള്ള യാഥാർത്ഥ്യമാണ്. വദവാമുൽ ഫഖരി, സാമ്പത്തിക ക്ലേശം അതങ്ങനെ നിത്യമായി നിലനിൽക്കും. നിത്യമായി നിലനിന്നാൽ എന്താ പ്രശ്നം എന്നറിയോ? കാദൽ ഫഖറു അൻ യകൂന കുഫ്റ, ഈ ദാരിദ്ര്യം അവനെ കുഫറിൽ ചെന്നെത്തിക്കും. ദുആ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നാം നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം, അല്ലാഹുവേ ഫഖറിൽ നിന്ന്, നഊദു ബിക മിനൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ, അല്ലാഹുവേ ദാരിദ്ര്യത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നമ്മോട്. എന്തുകൊണ്ട്? കാദൽ ഫഖറു അൻ യകൂന കുഫ്റ, ചിലപ്പോൾ ദാരിദ്ര്യം ഒരു മനുഷ്യനെ കുഫറിലെത്തിക്കും. എന്താ പടച്ചോൻ എന്നെ കാണുന്നില്ലേ? എന്റെ പ്രാർത്ഥനകളൊന്നും കേൾക്കുന്നില്ലേ? അതോ ദീർഘനാൾ ഞാൻ ഉയർത്തിപ്പിടിച്ച കൈയും നോവുന്ന ഹൃദയവും എന്റെ പ്രാർത്ഥിക്കുന്ന നാവും നിറഞ്ഞ കണ്ണുകളും കാണാൻ ഒരു ദൈവം ഇല്ലേ, അല്ല ഇല്ലേ എന്നൊക്കെ സംശയിക്കുകയും ഈ കഷ്ടപ്പാടിനിടയിൽ അവന്റെ ഉള്ള ഈമാൻ തകർന്നടിഞ്ഞ് അവൻ കാഫിറായി ചത്തുപോകാൻ ഒരു പക്ഷേ ഈ ദാരിദ്ര്യം കാരണമാവുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ഫഖറിൽ നിന്ന് കാവൽ തേടി പ്രാർത്ഥിക്കണമെന്ന് നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 3 നാശങ്ങൾ ദുനിയാവിലുണ്ടാകും. എന്നാലോ ആഖിറത്തിലുണ്ടാകുന്ന നാശങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിന്റെ വെറുപ്പാകുന്നു. ഇതാണ് ഏറ്റവും വലിയ നാശം. അള്ളാഹുവിന്റെ വെറുപ്പ്, പടച്ചവന്റെ കോപം, അതിന് താഴെ നരകശിക്ഷയൊക്കെ. അള്ളാഹിന്റെ വെറുപ്പ് ഒരു മനുഷ്യന്റെ നേരെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ നാശമില്ല, നഷ്ടമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരിഫീങ്ങളൊക്കെ ദുആ ചെയ്തല്ലോ, പടച്ചോനെ നീ സ്വർഗത്തിലിട്ടാലും കുഴപ്പമില്ല, നരകം കൊണ്ട് കരിച്ചാലും കുഴപ്പമില്ല, നീ എന്നെ വെറുക്കല്ലേ റബ്ബേ. റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലയുടെ പ്രാർത്ഥന പ്രസിദ്ധമാണല്ലോ. നമ്മുടെ തസവ്വുഫിന്റെ കിതാബുകളിലൊക്കെ കാണാം. അല്ലാഹുവേ, സ്വർഗം മോഹിച്ചാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിന്റെ പരിമളം പോലും നീ എനിക്ക് നൽകണ്ട. അല്ലാഹുവേ, നിന്റെ കഠിനകഠോരമായ ശിക്ഷ നരകം ഭയന്നുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നതെങ്കിൽ നീ എന്നെ അതിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് നീ എന്നെ വേവിച്ചോ പൊരിച്ചോ കുഴപ്പമില്ല. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നതെങ്കിൽ
നിന്റെ കോപത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ഞാൻ അധ്വാനിക്കുന്നതെങ്കിൽ റബ്ബേ, എന്റെ അപേക്ഷ നീ സ്വീകരിക്കണേ, നീ എന്നെ ലക്ഷ്യത്തിലെത്തിക്കണേ അല്ലാഹുവേ. ഏറ്റവും വലുത് അള്ളാഹിന്റെ പൊരുത്തം കിട്ടലാണ്. ഏറ്റവും വലിയ നാശമോ അള്ളാഹുവിന്റെ കോപം ഭവിക്കലാണ്. ലൈംഗിക വിശുദ്ധിയില്ലാത്ത ദുഷ്ടന്മാർക്ക് ആഖിറത്തിലുള്ള 3 നഷ്ടങ്ങളിലൊന്ന് ഫസുഹ്തുല്ലാഹി തആല, അള്ളാഹുവിന്റെ കോപം അത്തരക്കാരുടെ നേരെ ഭവിക്കലാകുന്നു. 2 വസൂഉൽ ഹിസാബ്, കനത്ത വിചാരണ. കനത്ത വിചാരണ, വിചാരണയിൽ ഒരാൾക്ക് കർക്കശമായ വിചാരണ ഒരാൾ നേരിട്ടാൽ പിന്നെ അവന്റെ കാര്യം കഷ്ടത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിചാരണ അള്ളാഹു അങ്ങോട്ട് A to Z നന്നായി ചെയ്യാൻ തുനിഞ്ഞാല് പിന്നെ ആ മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. വസൂഉൽ ഹിസാബ്, കനത്ത വിചാരണ നേരിടേണ്ടി വരും. 3 വൽഅദാബു ബിന്നാർ, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നരകത്തിൽ കിടന്നുള്ള ശിക്ഷ വേറെയുമുണ്ട്. ഈ 6 തരത്തിലുള്ള നാശങ്ങൾ ഉള്ളത് കൊണ്ട് യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടമേ, നിങ്ങൾ ലൈംഗിക വിശുദ്ധിയുള്ളവരാകണം. എങ്കിലേ ഇഹത്തിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകൂ, പരത്തിൽ നിങ്ങൾക്ക് മോക്ഷമുണ്ടാവുകയുള്ളൂ. അവിടുന്ന് പഠിപ്പിച്ചു. നിസാരമായ കാര്യം, നമ്മുടെ കണ്ണിൽ, നമ്മുടെ മനസ്സിൽ നിസാരമായി നാം ഗണിക്കുന്ന കാര്യം. മൻ വളഅ യദഹു അലാ ഇംറഅത്തിൻ ലാ തഹില്ലു ലഹു, ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, ഒരു വിശ്വാസി ആരാകട്ടെ, അവൻ അവന്റെ കൈവച്ചു അലാ ഇംറഅത്തിൻ ലാ തഹില്ലു ലഹു, അവന് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിന്റെ മേലെ അവന്റെ കൈവച്ചു. ബിശഹുവത്തിൻ, ആശയോടുകൂടെ താല്പര്യത്തോടുകൂടെ കൈവച്ചു, കൈ കൊണ്ടൊന്ന് സ്പർശിച്ചു. ആ സ്പർശനത്തിൽ അവൻ ആനന്ദമുണ്ടാവുകയും ചെയ്തു. അറിയാതെ ബസ് യാത്രയിലോ ടൗണിലോ തട്ടിപ്പോയ കഥയല്ല പറയുന്നത്. ബിശഹുവത്തിൻ, ആഗ്രഹത്തോടുകൂടെ ബോധപൂർവം അവന് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ തൊട്ടാൽ ജാഅ യൗമൽ ഖിയാമ മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി, അങ്ങനെ തൗബ ചെയ്യാതെ, ആ ഒരു കുറ്റം ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ച മനുഷ്യൻ ജാഅ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ മഹ്ശറയിലേക്ക് ആ മനുഷ്യൻ കടന്നു വരുന്നത് മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി, അവന്റെ കരങ്ങൾ കഴുത്തിലേക്ക്, പിരടിയിലേക്ക് ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ, 2 കൈകളെ കഴുത്തിലേക്ക് കുരുക്കിട്ട നിലയിലായിരിക്കും അന്ത്യദിനത്തിൽ മഹ്ശറയിലേക്ക് അവൻ നടന്നു വരിക. ഫഇൻ ഖബ്ബലഹാ, അല്ലാഹു ഹറാമാക്കിയ ഒരു പെണ്ണിനെ ഒരുത്തൻ ചുംബിച്ചോ, അത്രേ ഉണ്ടായിട്ടുള്ളൂ, വേറൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഖുരിളത്ത് ശഫതാഹു ഫിന്നാർ, മുടിവെട്ടുന്നത് പോലെ നരകത്തിൽ വെച്ച് കത്രിക കൊണ്ട് അവന്റെ ചുണ്ട് പീസ് പീസായി ഛേദിക്കപ്പെടുമെന്ന്, കഷ്ണിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. അവന്റെ ചുണ്ടുകൾ കത്രിക കൊണ്ട് വെട്ടി വെട്ടി നുറുക്കിയെടുക്കും. ഇത് എന്റെ വകയല്ല, ഹദീസിൽ വളരെ വ്യക്തമായിട്ട്. ചുരുക്കത്തിൽ മാനനഷ്ടവും കനത്ത വേദനാജനകമായ ശിക്ഷയുമാണ് അതുകൊണ്ടുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ മറന്നിട്ട്, പരലോകത്തെ മറന്നിട്ട് ഏതാനും സെക്കൻഡുകൾ അല്ലെങ്കിൽ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രം ഇവൻ ആസ്വദിക്കുന്നു, സുഖിക്കുന്നു. അതിന്റെ ദുരന്ത ഫലം, അതിന്റെ മറുവശം എന്താണ്? ഈ ലോകത്ത് തന്നെ അവന് സാമ്പത്തിക നഷ്ടം, മാനനഷ്ടം, പരലോകത്ത് ചെന്നാൽ കനത്ത നഷ്ടം. അള്ളാഹു അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന്, അതിന് കാരണമാകുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മുത്ത് നബിയുടെ പ്രസിദ്ധമായ ഒരു ഖുതുബ ഹദീസിൽ കാണാം. പ്രസിദ്ധമായ നബിയുടെ ഒരു പ്രഭാഷണം, മദീന പള്ളിയിലെ മിമ്പറിൽ കയറി അവിടുന്ന് നടത്തിയ പ്രസംഗം. ഈ ദിവസത്തിലെ, ഈ സമയത്ത് അതല്ലേ നാം പറയേണ്ടത്? മദീന പള്ളിയിൽ പുന്നാര നബി നടത്തിയ ഖുതുബ അതല്ലേ നമ്മൾ പഠിക്കേണ്ടത്?
എന്താണ് ആ ഖുതുബയിലെ പ്രമേയം? എന്തായിരുന്നു ആ ഖുതുബയിലെ വിഷയം? ഏത് മേഖലയും പരാമർശിക്കാതെ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തുകൊണ്ടു തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചത്. عن أبي هريرة رضي الله عنه وابن عباس رضي الله عنهما قال രണ്ട് സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബതൻ ഖബ്ല വഫാതിഹി, നബിയുടെ വഫാത്തിന് മുമ്പ് നബി തങ്ങൾ ഞങ്ങളോടൊരു ഖുതുബ നടത്തി, ഒരു പ്രസംഗം നടത്തി. വകാനാത് ഖുതുബതൻ ആഖിറു ഖുതുബതൻ ഖതബഹാ ഫിൽ മദീന, മദീനയിൽ വെച്ച് നടത്തിയ ഖുതുബയിലെ അവസാനത്തെ ഖുതുബയായിരുന്നു അത്. അത്ര ജനങ്ങൾ കൂടിയിരുന്ന ഒരു സദസ്സ്, അത്ര അർത്ഥഗർഭമായ ഒരു പ്രഭാഷണം പിന്നെ മദീനയിൽ നബി തങ്ങൾ നടത്തിയിട്ടില്ല. ആഖിറു ഖുതുബത്തിൻ ഖതബഹാ ഫിൽ മദീന, ഈ രണ്ട് സ്വഹാബിമാർ പറയുന്നു മദീനയിൽ വെച്ച് നടത്തിയ അവസാനത്തെ ഖുതുബയായിരുന്നു ആ ഖുതുബ. എന്തായിരുന്നു? ഫവഅലനാ ഫീഹാ മൗഇള, ആ ഖുതുബയിൽ ഞങ്ങളെ വല്ലാതെ ഉപദേശിച്ചു നബി തങ്ങൾ. പല കാര്യങ്ങളും പറഞ്ഞിട്ട് വഅദ് പറഞ്ഞു. ദറഫത്ത് മിൻഹൽ ഉയൂൻ വവജിലത്ത് മിൻഹൽ ഖുലൂബ് വഖശഅറത്ത് മിൻഹൽ ജുലൂദ്. ആ പ്രസംഗം സ്വഹാബത്ത് പറയാണ്, ആ പ്രസംഗം ഞങ്ങളിൽ ചെലുത്തിയ സ്വാധീനം, ആ പ്രസംഗം കേട്ടപ്പോഴുണ്ടായിരുന്ന ഞങ്ങളുടെ അവസ്ഥ. ദറഫത്ത് മിൻഹൽ ഉയൂൻ, അത് കേട്ടിട്ട് പലരുടെയും കണ്ണു നിറഞ്ഞു. വവജിലത്ത് മിൻഹൽ ഖുലൂബ്, പലരുടെയും ഹൃദയം വിറച്ചു. വഖശഅറത്ത് മിൻഹൽ ജുലൂദ്, പലരുടെയും രോമം എണീറ്റ് നിന്നു, രോമാഞ്ചമുണ്ടായി. ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ വെറും ചിരിക്കാൻ വകയുള്ള വെറും ചിരിപ്രസംഗമാകാൻ പാടില്ല. അതിന് വല്ല കോമഡി ഷോയും കാണാൻ പോയിക്കൂടെ, അല്ലേ? അങ്ങനെയല്ല. എന്നാൽ ചില ഭാഗങ്ങളിൽ സന്തോഷിപ്പിക്കുന്ന, ആനന്ദമുണ്ടാക്കുന്ന, രോമാഞ്ചമുണ്ടാക്കുന്ന ഭാഗം വേണം. ചില ഭാഗത്ത് ഭയം വരണം, ചില ഭാഗത്ത് പ്രതീക്ഷ വേണം, ആശ വേണം, ആശങ്ക വേണം. അങ്ങനെ എല്ലാം സമ്മേളിച്ച ഒരു പ്രഭാഷണമാണ് യഥാർത്ഥ നല്ല പ്രസംഗം. നബിയുടെ ഈ ഖുതുബ കേട്ടിട്ട് ഈ അവസ്ഥകളൊക്കെ ഞങ്ങൾക്കുണ്ടായി. സ്വഹാബത്ത് പറയുന്നു, പ്രഭാഷണം നടത്തുന്നതിന്റെ മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി പറഞ്ഞു, ബിലാലെ, പരമാവധി മദീനയിലുള്ള വിശ്വാസികളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തൂ. ബിലാൽ റളിയല്ലാഹു അൻഹു വലിയ ശബ്ദമുള്ള ആളായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എല്ലാവരെയും പള്ളിയിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഈ പ്രഭാഷണത്തിന്റെ മുമ്പ് വിളിക്കുകയാണ്. ഇതിലേക്ക് അനൗൺസ്മെന്റിന് തെളിവ്. ഇന്നിപ്പോ ഒരു പ്രസംഗം നടത്തുകയാണെങ്കിൽ നമ്മൾ അനൗൺസ്മെന്റ് നടത്തുമല്ലോ, അതിനും തെളിവുണ്ട്. ഹദീസിൽ കാണാം, ആ ക്ഷണം കേട്ടിട്ട്, വിളിച്ചു പറയൽ കേട്ടിട്ട്, ജനങ്ങളെല്ലാവരും അവിടെ സംഘടിച്ചു, ഒരുമിച്ചുകൂടി. ഫർത്തഖൽ മിമ്പർ, ജനങ്ങളെല്ലാവരും എത്തിയപ്പോ പുന്നാര നബി തങ്ങൾ മിമ്പറിൽ കയറി. മിമ്പറിൽ കയറിയിട്ട് ഫഖാല യാ അയ്യുഹന്നാസ്, ആദ്യം തന്നെ ജനങ്ങളെ എന്ന് വിളിച്ചു. വിളിച്ചിട്ട് ഫഖാല ഉദ്നൂ വസ്ഇഉ ലിമൻ ഖൽഫകും, പ്രസംഗം തുടങ്ങുന്നതിന്റെ മുമ്പ് സദസ്സിനെ ഒന്ന് റെഡിയാക്കുക. ഉദ്നൂ വവസ്ഇഉ ലിമൻ ഖൽഫകും, ഒന്ന് അടുത്തിരിക്കൂ, എല്ലാവരും അടുത്തിരിക്കൂ. പിറകിലുള്ള ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കൂ, അവരും കൂടെ കേറിയിരിക്കട്ടെ, എല്ലാവർക്കും കേൾക്കാൻ. ഇതുപോലെ ഉച്ചഭാഷിണി ഇല്ലല്ലോ അന്ന്. എല്ലാവരെയും അടുത്തിരുത്തി. ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയ ജനങ്ങൾ അടുത്തടുത്തിരുന്നിട്ട് ഒട്ടിച്ചേർന്നിരുന്നു, ഒരു കൂട്ടമായി. അത് സ്വഹാബത്തിന്റെ ഒരു കൂട്ടമായി. സുമ്മ ഖതബ, എന്നിട്ട് തുടങ്ങുകയാണ് ഖുതുബ. فقال الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه എന്നിങ്ങനെ തുടങ്ങിയിട്ട് ആമുഖത്തിൽ പറയാനുള്ള പ്രാർത്ഥനയും വചനങ്ങളും എല്ലാം ചൊല്ലിയതിന് ശേഷം فقال ايها الناس, വീണ്ടും വിളിക്കുകയാണ് ജനങ്ങളെ. ഇന്നഹു മൻ ലഖിയ അല്ലാഹ തആല
വഹുവ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. ആദ്യമായി നബി തങ്ങൾ പറഞ്ഞത് ഇന്നഹു മൻ ലഖിയല്ലാഹ തആല, ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് വഹുവ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ലാ യഖ്ലിതു മഅഹാ, ആത്മാർത്ഥതയോടുകൂടെ കലർപ്പില്ലാത്ത വിധം, മറ്റൊന്നും കൂട്ടിക്കലർത്താത്ത വിധം ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ച ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, ആ സമയത്ത് തന്നെ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയായി. എന്താ പറഞ്ഞത്? യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ലാ യഖ്ലിതു മഅഹാ, ആത്മാർത്ഥമായി കളങ്കമില്ലാതെ ഷഹാദത്ത് പ്രഖ്യാപിച്ച അതിൽ സാക്ഷിയായ ആൾ, അതിൽ മറ്റൊന്നും കൂട്ടിക്കലർത്താതെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, ആ മനുഷ്യൻ അപ്പോൾ തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇത് കേട്ടപ്പോൾ ഫഖാമ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു, സദസ്സിലുണ്ടായിരുന്ന അലിയാർ തങ്ങൾ എണീറ്റ് നിന്ന് ഫഖാല, ഉറക്കെ ചോദിക്കുന്നു, ആ സദസ്സിന്റെ ഒരു മൂലയിൽ നിന്ന് ചോദിക്കുന്നു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മായെ എന്റെ ഉപ്പായെ അങ്ങേക്ക് ദണ്ഡം തരാം നബിയെ. അതൊരു പ്രയോഗമാണ്. ആ ചോദ്യത്തിന്റെ ഗൗരവം അറിയിക്കാനുള്ള എന്റെ ഉമ്മാനും ഉപ്പാനും തന്നിട്ടായാലും ഇതൊന്നും പരിഗണിക്കൂ എന്റെ ഈ അപേക്ഷ. ബയ്യിൻ ലനാ യാ റസൂലല്ലാഹ് കൈഫ നഖ്ലിസു ബിഹാ, അങ്ങു പറഞ്ഞല്ലോ ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ മരിച്ചു ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ തന്നെ കലർപ്പില്ലാത്ത വിധം, മറ്റൊന്നും കൂട്ടിക്കലർത്താത്ത വിധം ഷഹാദത്ത് കലിമയുടെ ആളാണെങ്കിൽ അപ്പോൾ തന്നെ സ്വർഗപ്രവേശനം സാധ്യമാകുമെന്നങ്ങ് പറഞ്ഞല്ലോ. അതെങ്ങനെ സാധിക്കും? എന്താണ് ഈ കലിമയിൽ കൂട്ടിക്കലർത്തുന്നത്? കലിമയിൽ ചേർക്കുന്ന സാധനം എന്താണ്? ഇതിനെങ്ങനെയാണ് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുക? ബയ്യില്ലന, അതൊന്ന് വിശദീകരിച്ചു തരൂ നബിയെ. അലിയാരുടെ ചോദ്യത്തിന് ഖുത്ബയുടെ ഇടയിൽ തന്നെ നബി തങ്ങൾ മറുപടി കൊടുത്തു. എങ്ങനെയാണ്? ഹിർസൻ അലദ്ദുനിയാ വജംഅൻ ലഹാ, ഒരു വിഭാഗം മുസ്ലിമീങ്ങൾ നമുക്കിടയിലുണ്ട്, പിൽക്കാലത്ത് വരും, ഇന്നുമുണ്ട്, എന്നുമുണ്ടാകും. അവരുടെ നാക്കിൻ തുമ്പിൽ ഷഹാദത്ത് കലിമയുണ്ട്, നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നിരവധി തവണ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അജണ്ട എന്താ? ഭൗതിക പ്രേമമാണ്. വജംഅൻ ലഹാ, അവരുടെ പരിശ്രമമോ ഇഹത്തിലുള്ള ധനങ്ങളും ഇവിടത്തെ വിഭവങ്ങളും സ്വരൂപിക്കുകയാണ്. അതിനാണ് അവർ അധ്വാനിക്കുന്നത്. കലിമ പറയുന്നുണ്ട്, അവരുടെ മനസ്സിലുള്ള താല്പര്യം, അവരുടെ മനസ്സിന്റെ അജണ്ട, അവരുടെ പരിശ്രമം ദുനിയാവിന് വേണ്ടിയാകുന്നു. വഅഖ്വാമുൻ യഖൂലൂന ബിഅഖ്വാലിഹിം, ഒരുപാട് ആളുകളുണ്ട്, അവർ നാവുകൊണ്ട് പറയുന്നു അഖാവീലൽ അഖ്യാർ, ഉത്തമന്മാരുടെ വാക്ക്, ഉത്തമന്മാർ പറയുന്ന കലിമയുടെ വചനം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയുന്ന ഒരു വർഗമുണ്ട് നാവുകൊണ്ട്. വയഅമലൂന അമലൽ ഫുജ്ജാർ, തെമ്മാടികളുടെ പ്രവർത്തനമാണ് അവരെ പ്രവൃത്തി. നാവുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് തെമ്മാടിത്തരമാണ് ചെയ്യുന്നത്. വമനിഖ്താറ ദുനിയാ അലൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യത്തെക്കാൾ ദുനിയാവിന്റെ കാര്യത്തിന് പരിഗണന നൽകിയവർ ആരോ ഫലഹുന്നാർ, അത്തരത്തിലുള്ള ആളുകൾക്ക് നരകം തന്നെയാണ് ലഭിക്കുന്നത്. ഈ കലിമ മൊഴിഞ്ഞ ആൾ, നമസ്കരിക്കുന്ന ആൾ, ആരാധനയുള്ള ആൾ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ, പ്രസിദ്ധനും പ്രശസ്തനുമായ ആൾ, ഒരു മേഖലയിൽ, ഒരു വിഷയത്തിൽ, ഒരു ഭാഗത്ത് സാമ്പത്തിക ലാഭം, അവിടെ തനിക്കാല അള്ളാന്റെ നിയമം ഒന്ന് കണ്ണടക്കുക, അത്ര മതി. അപ്പോൾ അള്ളാഹുവിന്റെ നിയമം അവഗണിച്ചുകൊണ്ട് ആ ലാഭം എത്തിപ്പിടിക്കുന്ന മനുഷ്യൻ ഫലഹുന്നാർ, അവന് നരകം തന്നെ. തുടർന്ന് ധനപൂജയെ വിമർശിച്ച് ഭൗതിക പ്രേമത്തെ എതിർത്തുകൊണ്ട്
അതുകൊണ്ടുണ്ടാകുന്ന നാശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞു. തുടർന്ന് അക്രമ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നു ഖുതുബയിൽ. പിന്നെ അക്രമം എവിടെയാണ് ഒരു മനുഷ്യനെ എത്തിക്കുന്നത് എന്നാണ് പിന്നെ വിശദീകരിക്കുന്നത്. വമൻ ലലമ അജീറൻ അജ്റഹു, വമൻ ലലമ അജീറൻ അജ്റഹു. ഒരു കൂലിപ്പണിക്കാരൻ, ഒരു തൊഴിലാളി, ആ തൊഴിലാളിക്ക് അർഹതപ്പെട്ട അവകാശപ്പെട്ട വേതനം നൽകാതെ തടഞ്ഞു വെച്ചാൽ, അവന്റെ കൂലിയിൽ അവനോട് അക്രമം പ്രവർത്തിച്ചാൽ ഹബിത അമലുഹു, അവന്റെ അമൽ അപ്പോൾ തന്നെ തകർന്നു. നബി തങ്ങളുടെ ഖുതുബയിൽ വുദൂഇന്റെ ശർത്തും ഫർദും നിസ്കാരത്തിന്റെ റുക്കുനും സുന്നത്തും അല്ല വിശദീകരിച്ചത്. അത് മാത്രല്ല, ലോകത്തെ എല്ലാ മേഖലയിലേക്കും ആവശ്യമായ നീതി അവിടുത്തെ ഖുതുബയിൽ ഉണ്ടായിരുന്നു. തൊഴിലാളിക്ക് അവന്റെ വേതനം നൽകാതെ അവനെ ബുദ്ധിമുട്ടിച്ചാൽ ഹബിത അമലുഹു, അങ്ങനെ ബുദ്ധിമുട്ടിച്ചവൻ എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും അമലുള്ള ആളാണെങ്കിലും ആ തൊഴിലാളിയെ കൂലി കൊടുക്കാതെ ഉപദ്രവിച്ചതിന്റെ പേരിൽ, അത് ഭായിമാരല്ലേ, അവരൊക്കെ കുറച്ചൊക്കെ അവര് കാഫിറല്ലേ, അവിടെ ഭയങ്കര ഇസ്ലാമിക സ്പിരിറ്റ്. അവനൊന്നാട് കൊടുത്തിട്ട് അവൻ മയ്യത്തായാലും കുടുംബത്തിന് 1-2 ലക്ഷം കൊടുത്താൽ മതി അല്ലേ? നിന്റെ അമൽ പൊളിയുമെന്നാണ് ലോകം കണ്ട വലിയ നീതിമാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. മാത്രല്ല വഹറുമ അലൈഹി റീഹുൽ ജന്ന, സ്വർഗം എന്നല്ല സ്വർഗത്തിന്റെ സൗരഭ്യം പോലും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കും, നിഷിദ്ധമാക്കും. സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടൂല. പിന്നെ പറഞ്ഞതോ വമൻ ഖാന ജാറഹു ശിബ്റം മിനൽ അർള്, അയൽക്കാരന്റെ ഭൂമി കൊത്തിയിടിച്ച് തൊരപ്പൻ പണി മാന്തിയിട്ട് അയൽക്കാരന്റെ ഒരു ചാൺ ഭൂമി എങ്ങാനും നീ വെട്ടിപ്പിടിച്ചാൽ തൗവഖഹുല്ലാഹു യൗമൽ ഖിയാമ ഇലാ സബ്ഇ അർളീൻ. അയൽവാസിയെ വഞ്ചിച്ചു. ഏത് വിഷയത്തിൽ? ശിബ്റം മിനൽ അർള്, ഒരു ചാണ് ഭൂമി വെട്ടിപ്പിടിച്ചെടുത്തു. എന്നാല് ഈ ഭൂമിയോട്, കരയോട്, മണ്ണിനോടുള്ള അവന്റെ ഈ കൊതി ഉണ്ടല്ലോ, അത് അല്ലാണ്ട് അവസാനിപ്പിച്ചു കൊടുക്കും. എങ്ങനെ? തൗവഖഹു യൗമൽ ഖിയാമ ഇലാ സബ്ഇ അർളീൻ, 7 ഭൂമികൾ മാലയിൽ കോർത്ത് അവന്റെ കഴുത്തിലിട്ട് കൊടുക്കും. ഇതൊക്കെ എങ്ങനെ ഇപ്പൊ നടക്കുക? അതിന്റെ രൂപവും അതൊന്നും തസവ്വുറാകുന്നില്ല. അത്രയും കനത്ത അദാബുണ്ടാകും എന്നായിരിക്കാം ഇതിന്റെ സാരം. അല്ലെങ്കിൽ അള്ളാഹു കഴിയാത്തതൊന്നുമില്ലല്ലോ. അള്ളാഹു ഈ 7 ഭൂമി താങ്ങാൻ പാകത്തിൽ മനുഷ്യന് ഫിഗർ അങ്ങോട്ട് കൊടുത്താ പോരെ. ഇതെങ്ങനെയെന്നുള്ളത് നമുക്ക് ഊഹിച്ചാലൊരു പിടി കിട്ടുന്നില്ല. പക്ഷേ ഇത് സഹീഹായ ഹദീസാണ്. സഹീഹായ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിരവധി ഭാഗങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈംഗിക കാര്യത്തിൽ പൂർണ്ണ വിശുദ്ധി, പരിപൂർണ വിശുദ്ധി. അതുകൊണ്ട് ഒരു അനാവശ്യമായ കാര്യം ചിന്തിക്കുകയോ കണ്ണുകൊണ്ടൊരു വ്യഭിചാരമോ കാലുകൊണ്ടൊരു വ്യഭിചാരമോ ഇല്ലാത്ത വിധം പരിശുദ്ധരായി ജീവിക്കാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.